ഭാരതത്തിനുള്ള അമേരിക്കൻ താരിഫ് 18% കുറച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും. നിലവിലുണ്ടായിരുന്ന 25% നിന്നാണ് 18 കുറച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US പ്രസിഡന്റ് ഫോണിൽ സംസാരിച്ചിരുന്നു. രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഐസൺ, ഇതിന്റെ വിവരങ്ങൾ കൂടി. കൃഷ്ണപ്രിയ, ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഡൊണാൾഡ് ട്രംപ് വളരെ കൃത്യമായി പറഞ്ഞത് ഏറ്റവും നിർണായകമായ ഒരു നീക്കം നടന്നു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംസാരിച്ചു. നിലവിൽ 25% താരിഫിനെ 18% ചുരുക്കിയിരിക്കുന്നത്, അതായത് 7% കുറവ് വരുത്തിയിരിക്കുന്നു എന്നൊരു നിലപാടാണ് അറിയിച്ചത്. അതായത് 7% കുറവ് വരുത്തുമ്പോൾ നമുക്കറിയാവുന്നതാണ്, നിലവിൽ 50% താരിഫാണ് ഭാരതത്തിന് നേരെ അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. ഈ 50%-ൽ 25% അധിക താരിഫ്, അതായത് മറ്റു രാജ്യങ്ങൾക്കെല്ലാം ചുമത്തിയതുപോലുള്ള ഒരു അധിക താരിഫും അതുപോലെ തന്നെ മറ്റൊരു 25% റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചുമത്തിയ താരിഫുമാണ്. ഈ രണ്ടാമതായി ചുമത്തിയ താരിഫിൽ മാറ്റമില്ല എങ്കിൽ കൂടി ആദ്യം പറഞ്ഞ താരിഫിൽ, അതായത് പൊതു അധിക താരിഫിലാണ് ഇപ്പോൾ കുറവ് വരുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഭാരതം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിവെക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഈ തുക കുറയ്ക്കാനും 18%-ൽ മാത്രമായി താരിഫ് നിലനിർത്താനും സാധിക്കുമെന്ന് പിന്നീട് ട്രംപ് മാധ്യമങ്ങളോട് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യവുമുണ്ടായി. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്തിയത് 25%-ൽ നിന്നും 18% കുറച്ചതിനെ സ്വാഗതം ചെയ്യുന്നു, അക്കാര്യത്തിൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. രാജ്യത്തിന്റെ 140 കോടി ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ അവർക്ക് വേണ്ടി രാജ്യത്തിന്റെ നന്ദി അറിയിക്കുന്നു എന്ന് കൃത്യമായി പറയുകയും അതുപോലെ തന്നെ അമേരിക്കയുടെ ഇടപെടൽ ലോക സമാധാനത്തിൽ അനിവാര്യമാണെന്ന് അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള മികച്ച സൗഹൃദം നിലനിൽക്കുന്നു. ആ മികച്ച സൗഹൃദം നിലനിൽക്കുന്നത് സ്വാഭാവികമായും ഇരു രാജ്യങ്ങളുടെയും ക്ഷേമത്തിനും അതുപോലെ തന്നെ സ്ഥിരതയ്ക്കും പ്രയോജനം ചെയ്യുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. നിർണായകമായ ഒരു ഘടകം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനം ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന ഒരു സൂചന ട്രംപ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനോട് യാതൊരു പ്രതികരണവും നിലവിലെ സാഹചര്യത്തിൽ ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന്, പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ്. അക്കാര്യത്തിൽ ഒരു ട്രംപ് പ്രതീക്ഷിക്കുന്ന ഒരു തീരുമാനമല്ല ഉണ്ടാകാൻ സാധ്യത എന്ന് തന്നെയാണ് നിലവിൽ വിശദീകരിക്കപ്പെടുന്നത്. പക്ഷേ അത് സംബന്ധിച്ചൊരു വിശദീകരണം ഇനിയും വരേണ്ടതുണ്ട്. വ്യക്തമായ ഒരു മറുപടി ഇക്കാര്യത്തിൽ പറയേണ്ടത് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ മറ്റു അനുബന്ധ സംവിധാനങ്ങളുമാണ്. ആ അനുബന്ധ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. റഷ്യൻ മറ്റൊരു ആവശ്യം കൂടി, മറ്റൊരു ഡിമാൻഡ് കൂടി അമേരിക്ക മുന്നോട്ട് വെക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു വാദം കൂടി അമേരിക്ക മുന്നോട്ട് വെക്കുന്നു എന്നതിനപ്പുറം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുമെന്നത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമില്ല.